ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. ടോപ്പ് 10 സൈൻസ് ഓഫ് ഹെൽത്തി പേഴ്സണാലിറ്റീസ്. നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസിനനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റീസ് നമ്മൾ സംസാരിക്കുന്ന രീതികളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയെല്ലാം പുറത്ത് കാണപ്പെടുകയും ചെയ്യും. ജീവിതത്തിന്റെ ഓരോ അംശത്തിലും നമ്മുടെ പേഴ്സണാലിറ്റി വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. മറ്റുള്ളവരോടൊപ്പം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മുടെ കരിയറിന്റെ പാതകൾ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഇതിനെല്ലാം മാത്രമല്ല നമ്മുടെ പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷത്തിന്റെ കാരണവും നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്റെയും ക്വാളിറ്റീസ് മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള യുണീക്നെസ് കാരണമാണ് ഓരോരുത്തരും ഓരോരുത്തരായി തന്നെ നിലകൊള്ളുന്നത്, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടേത് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഹെൽത്തി പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള 7 ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, ഓപ്പൺനെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ. നമ്മൾ ഓരോ എക്സ്പീരിയൻസുകളെയും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റിയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഇമോഷൻസിനെയെല്ലാം നമുക്ക് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി പേഴ്സണാലിറ്റിയാണ്. ശരി, അങ്ങനെയെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെയൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് മാത്രം ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആകുമോ? തീർച്ചയായും ഇല്ല. മറ്റുള്ളവരുടെ ഫീലിങ്സിനെയും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ശരിക്കും ഹെൽത്തി പേഴ്സണാലിറ്റി ആവുള്ളൂ. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. ശോകം, സന്തോഷം, വേദന, ഇങ്ങനെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോ ഇമോഷൻസും ഉണ്ടല്ലോ, ഇതിനെയെല്ലാം നല്ലപോലെ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മളിങ്ങനെ സന്തോഷത്തിലാണോ ഇരിക്കുന്നത് അതോ ദുഃഖത്തിലാണോ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ, മറ്റുള്ളവർ അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ, അങ്ങനെയുള്ളവർ പ്രസന്റ് മൊമെന്റിൽ പൂർണ്ണമായിട്ടും ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിച്ചു തന്നെ ആകണം. ശരിക്കും ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരുപാടൊന്നും ടെൻഷൻ ഉണ്ടാവില്ല. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായൊരു ജാഗ്രത ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രസന്റിൽ ഇരിക്കുന്നവർ ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും. അടുത്തത് നമ്പർ 2, ഹെൽത്തി സെൽഫ് അസേർഷൻ. ഹെൽത്തി പേഴ്സണാലിറ്റീസ് എല്ലാവരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. നീ നല്ലവനാണ്, നീ ചതിയനാണ്, ഇങ്ങനെയൊക്കെ മുഖത്ത് നോക്കി തന്നെ പറയുവാൻ കഴിവുള്ളവരായിരിക്കും അവർ. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ക്യാരക്ടറിനെ മാറ്റുകയോ എന്തെങ്കിലും കപടനാട്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നവരായിരിക്കില്ല അവർ. ഇവരെല്ലാം ഇങ്ങനെ തുറന്നു പറയുന്നവരായിരിക്കും, എന്നാൽ ഇവർ വളരെ റൂഡായിരിക്കുകയുമില്ല. അങ്ങനെയുള്ളവർ വളരെ ജെന്യൂൺ, ഓതന്റിക് ആൻഡ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ളത് എല്ലാവരും മുന്നിൽ എക്സ്പ്രസ് ചെയ്യും. അവർക്ക് അവരുടെ ഉള്ളിൽ തോന്നുന്ന ഫീലിങ്സിനെയും ചിന്താഗതികളെയൊന്നും അവർ മറച്ചു പിടിക്കാനൊന്നും ശ്രമിക്കില്ല. അങ്ങനെ മറക്കേണ്ട ഒരു ആവശ്യകതയും അവരുണ്ടാക്കുകയുമില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരെയെങ്കിലും ഭയന്നിട്ടോ മറ്റോ നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നേർക്ക് നേർ കാര്യങ്ങൾ പറയുന്ന വ്യക്തികൾ ഹെൽത്തി പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഓരോ പ്ലാനുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ബിസിനസ് ആരംഭിക്കണം, വെയിറ്റ് ലോസ് ചെയ്യണം, പഠിച്ച് വിജയിക്കണം, ഇങ്ങനെ ഒരുപാട് പ്ലാനുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാറുമുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം. ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് അറിയുമോ? നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും ഫോക്കസ് ഇല്ലാതെയാകുന്നത് കൊണ്ടാണ്. ഫോക്കസ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളൊരു ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയെ പോലെ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ഇല്ലെങ്കിൽ വിജയിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഫോക്കസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ദ പവർ ഓഫ് ഫോക്കസ് എന്ന പുസ്തകം നിങ്ങളെ അതിന് വളരെയധികം സഹായിക്കും. പുസ്തകം ഇംഗ്ലീഷാണെന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവണ്ട. കുക്കു FM-ൽ ഇതിന്റെ മലയാളം ഓഡിയോ ബുക്ക് സമ്മറി അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലുമുള്ള 10,000 കണക്കിന് ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ഒരു മാസത്തേക്ക് 49 രൂപ മാത്രം മതി ഇപ്പോൾ. അതാണ് കുക്കു FM നൽകുന്ന 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ TGM50 എന്ന ഈ കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുക. അറിവിന്റെ ലോകത്തിലേക്ക്, വിജയത്തിന്റെ ലോകത്തിലേക്ക് ചുവട് വയ്ക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടായിരിക്കും ഇത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽസും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ. എന്നിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരൂ. അടുത്തതാണ് നമ്പർ 3, റെസ്പോൺസിബിലിറ്റി ആൻഡ് കോമ്പിറ്റൻസ്. ഇത് ഹെൽത്തി പേഴ്സണാലിറ്റീസിന്റെ കയ്യിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ഹെൽത്തി പേഴ്സണാലിറ്റിയാണ്. ഇങ്ങനെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു കോൺഫിഡന്റ് പേഴ്സൺ ആണെന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ കൃത്യമായിട്ട് കാണിക്കാൻ കഴിയും. അതായത് നിങ്ങൾ അത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ഫുൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എല്ലാവർക്കും അറിയും. ഇങ്ങനെ അല്ലാത്ത വ്യക്തികളുടെ മേലെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ആരും വിശ്വസിക്കുകയില്ല, അവരെ ആരും അംഗീകരിക്കുകയുമില്ല. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം.
ഇങ്ങനെ അവനവനിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർ തോറ്റുപോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണത്. കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് തോൽവിയൊക്കെ സംഭവിക്കും. എന്നാൽ തോൽവികൾ സംഭവിച്ചു കഴിഞ്ഞാലും ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വേഗം തീരുമാനിക്കുകയും അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്യുമവർ. അതായത് നമ്മളൊരു പോരാളിയായി ഇരിക്കുകയും നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളോടും പോരാടുവാനും വിജയിക്കുവാനുള്ളൊരു മനക്കരുത്ത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം എന്തും ചെയ്യുന്നൊരവസ്ഥ, അങ്ങനെയുള്ളൊരവസ്ഥ ഹെൽത്തി പേഴ്സണാലിറ്റീസിന് ഉണ്ടാവില്ല. തന്നോട് ആരെങ്കിലും മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ പോലും ഒരു പ്രശ്നമായിട്ട് കാണുകയില്ല അവർ. നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങളൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ആണെന്നുള്ളതിൻ്റെ തെളിവാണ്. അടുത്ത നമ്പർ 4, ഹെൽത്തി പേഴ്സണാലിറ്റീസിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണമാണ് അവർ വാംത്ത് ആയിരിക്കും. വാംത്ത് എന്നാൽ ചൂടാകുന്നവർ എന്നല്ല അർത്ഥം. മറ്റുള്ളവരുടെ കൂടെ ഈസി ആയിട്ട് ഇടപഴകാൻ കഴിയുന്ന, കരുണയോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അതിനെ വാംത്ത് എന്ന് പറയാം. ഇങ്ങനെ മറ്റുള്ളവരുടെ മേലെ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിതാപം എന്നൊന്നുമല്ല അർത്ഥം. മറ്റുള്ളവരെ എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം എന്നുമല്ല അർത്ഥം. ഇങ്ങനെയുള്ള സ്ട്രോങ് ആൻഡ് ഹെൽത്തി പേഴ്സണാലിറ്റീസിന്റെ കൂടെയായിരിക്കും എല്ലാവരും നിൽക്കാൻ ഇഷ്ടപ്പെടുക. മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ പോലും ഇവർ തയ്യാറായിരിക്കും. ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ ഉള്ളത് കാരണത്താൽ ഇവർക്ക് അധികാരമോഹമൊന്നും അധികം ഉണ്ടായിരിക്കുകയില്ല. അത് കാരണത്താൽ ഇവർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും പോയി ചാടുകയുമില്ല. മറ്റുള്ളവരുടെ കൂടെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് പലതും ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനും ഇവർക്ക് കഴിയും. ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് കയ്യിലുള്ളത് കാരണത്താൽ ഈ കൂട്ടർ വ്യക്തിഗതമായ ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും നല്ല വിജയമായിരിക്കും നേടുക. ഇങ്ങനെ വിജയിക്കുവാൻ കഴിയാൻ ഒരു കാരണം കൂടെയുണ്ട്. അവർ മറ്റുള്ളവരുടെ കൂടെ ഈസി ആയിട്ട് കണക്റ്റ് ആവുന്ന വ്യക്തിയായത് കാരണത്താലാണ് അത് സാധിക്കുന്നത്. നിങ്ങൾക്കിതുപോലെ വിജയക്കൊടി നാട്ടണമെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ഈസി ആയിട്ട് ഇടപഴകാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കൂ. അടുത്തത് നമ്പർ 5, ഒപ്റ്റിമിസം ആൻഡ് പോസിറ്റിവിറ്റി. പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സ്നേഹം, കരുണ, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെല്ലാം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് എല്ലാം ഒരു ഹെൽത്തി പേഴ്സണാലിറ്റീസിന്റെ കയ്യിലുണ്ടായിരിക്കും. സാധാരണക്കാർക്ക് എല്ലാവർക്കും എല്ലാം ശരിയായി നടന്നാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ അവനവന് ഇഷ്ടപ്പെട്ടതുപോലെ നടക്കുമ്പോൾ ആ മൊമെന്റിലാണ് സന്തോഷിക്കുക എന്നാണ് വിചാരിക്കുക. എന്നാൽ ഈ കൂട്ടർക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. മറ്റുള്ളവരോടൊപ്പം സംസാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവനവനെ സന്തോഷിപ്പിക്കുവാൻ കണ്ടെത്തുന്നവരായിരിക്കും ഇവർ. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് വളരെ അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതം നന്നായി പോകുന്നു എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതും മനസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നതും ഒക്കെ ഒരു പോസിറ്റിവിറ്റിയുടെ ഭാഗമാണ്. ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വെല്ലുവിളികളെ നേരിടുവാൻ കഴിയുകയുള്ളൂ. അടുത്തത് നമ്പർ 6, ഓപ്പൺനെസ് ടു ന്യൂ എക്സ്പീരിയൻസസ്. പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ അറിവുകൾ, ഇതിനെയൊക്കെ വരവേൽക്കുക. ഇതൊരു ഹെൽത്തി പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാന ലക്ഷണമാണ്. ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് എല്ലായിടത്തും ഇഷ്ടപ്പെടുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുക. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. വ്യത്യസ്തമായ അനുഭവങ്ങൾ അനുഭവിക്കുവാനും അവർക്ക് ഇഷ്ടമായിരിക്കും. അത് കാരണത്താൽ അവർക്ക് പുതിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും താല്പര്യമുണ്ടാകും. അതുമാത്രമല്ല, പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക, അതൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക, ഇതൊക്കെ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ താൻ ചെയ്ത പഴയ കാര്യങ്ങളിലെ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഇവർക്ക് ഈസി ആയിരിക്കും. പഴയ കാലത്ത് തെറ്റ് സംഭവിച്ചാൽ അതിനനുസരിച്ച രീതിയിൽ അവനവനെ മാറ്റിയെടുക്കാനും തയ്യാറായിരിക്കും. നിങ്ങൾക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ആകണമെന്നുണ്ടെങ്കിൽ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ അതിനോട് റിജക്ഷൻ ഒരിക്കലും കാണിക്കരുത്. അടുത്ത നമ്പർ 7, ലോ ഇമ്പൾസിവിറ്റി. ലോ ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീലിങ്സിനെ, ഇമോഷൻസിനെ എല്ലാം ശരിക്കും ഉപയോഗിക്കാൻ അറിയുക. അതായത് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ കഴിയുക, ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് പ്രവർത്തിക്കുക, അല്ലാതെ ഇമോഷണലായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഇതാണ് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റിയുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന 7ാമത്തെ ക്വാളിറ്റി. തൻ്റെ മുന്നിലുള്ള എല്ലാ ഓപ്ഷൻസിനെയും കുറിച്ച് ചിന്തിക്കുക. പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ, ഓപ്ഷൻസ് ഒരുപാടുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏതെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് എന്തെങ്കിലും വെല്ലുവിളികളുള്ള സമയം വരുമ്പോൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കും. പെട്ടെന്ന് ചെയ്യുന്ന അവരെ നിർബന്ധിച്ചാൽ പോലും അവർ ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ വിജയത്തിനും സന്തോഷത്തിനും എല്ലാം കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ 7 വിഷയങ്ങൾ കേട്ടപ്പോൾ ഒരു നല്ല പേഴ്സണാലിറ്റിക്ക് വേണ്ട സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വാളിറ്റീസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.